നിങ്ങളുടെ അസോസിയേഷൻ്റെ തീം സോങ് ഇവിടെ ഞാൻ കണ്ടു. കഴിഞ്ഞ കാല വേദനകൾ മറന്നിടണം, ഇനി അവകാശങ്ങൾ പൊരുതി നേടിടണം. അവിടെ ഇരുന്നു കൊണ്ട് ഞാൻ ചിന്തിച്ചത് ഇത്രമാത്രം പൊരുതാനുള്ള ഒരു കാര്യമുണ്ടോ എന്നാണ്. പക്ഷേ ഈ സദസ്സിൽ കയറിയിരുന്ന് അധ്യക്ഷ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി 82 തുടങ്ങിയ ഒരു സംഘടന ഈ കാലാകാലങ്ങളിൽ ഏതൊക്കെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതേണ്ടി ഇരുന്നിരിക്കുന്നു എന്ന്. ഇവിടെ കേട്ട് അതിശയത്തോടു കൂടി ഞാൻ കേട്ട് നിന്ന് പോയി. ഒരു OAക്ക് ഒരു സ്റ്റൂൾ ആവശ്യം വേണ്ടി എന്ന് ഒരു ആവശ്യം ഉന്നയിക്കേണ്ടി വന്നു എന്നും അതിനുശേഷം ചെരുപ്പിട്ട് കോടതിയിലേക്കും അല്ലെങ്കിൽ ചേംബറിലേക്കും കടക്കാൻ വേണ്ടി അത്തരം ഒരു ആവശ്യം ഉന്നയിക്കേണ്ടി വന്നു എന്നും ഒരു അതിശയോക്തിയോടു കൂടി മാത്രമേ എനിക്ക് കേട്ടിരിക്കാനായുള്ളൂ. സത്യങ്ങൾ പലതും അതിശയോക്തികളാവുന്നുണ്ട്. ഇത്തരത്തിലാണ് ഓരോ സംഘടനയുടെയും ആവശ്യങ്ങൾ ഉണ്ടാവുന്നത്. ജീവനക്കാർക്ക് മാത്രമല്ല, ബാർ അസോസിയേഷനുണ്ട്, ജുഡീഷ്യൽ ഓഫീസേഴ്സിന് അസോസിയേഷനുണ്ട്. ഇതെല്ലാം തന്നെ ഓരോ വിഭാഗങ്ങളുടെയും ക്ഷേമ പ്രവർത്തനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ ഒരു ജുഡീഷ്യറി എന്നുള്ള ഒരു വിഭാഗം നടന്നുകൊണ്ട് പോകുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നത് ഈ 4 വിഭാഗങ്ങൾ, ജുഡീഷ്യൽ ഓഫീസേഴ്സ്, അഡ്വക്കേറ്റ്സ്, ക്ലർക്സ്, അതേപോലെ ജീവനക്കാർ എന്ന 4 ചക്രം വെച്ചുകൊണ്ടാണെന്ന്. അഡീഷണൽ AG അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലും അത് സൂചിപ്പിക്കുകയുണ്ടായി. ഇത് കാലാകാലങ്ങളിൽ ഇതിന് മുൻപുള്ള ഓരോ ഓഫീസേഴ്സും എല്ലാവരും പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു വസ്തുതയാണ്. ഇവിടെ എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം, ഈ ഒരു ജുഡീഷ്യൽ ബ്രോഷർ കണ്ടപ്പോൾ ഞാൻ വൺ ഇന്ത്യ വൺ ജുഡീഷ്യറി, ഒരൊറ്റ ഇന്ത്യ ഒരൊറ്റ ജുഡീഷ്യറി എന്ന അടിക്കുറിപ്പോട് കൂടി വന്ന ഈ ഇതിൽ ഞാനൊരു അനൗചിത്യം എനിക്ക് തോന്നിയത്, ഇവിടെ ഒരു ക്രിമിനൽ ജുഡീഷ്യൽ വിങ്ങും സിവിൽ ജുഡീഷ്യൽ വിങ്ങും എന്തിനാണെന്നാണ്. ഒരു ജുഡീഷ്യൽ സിസ്റ്റത്തിൻ്റെ 4 ചക്രങ്ങളിൽ ഒന്നാണ് ജീവനക്കാർ. ആ ജീവനക്കാർക്കിടയിൽ ആ 2 ചക്രം വേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ ഈ വേദിയിൽ ഉച്ചത്തോട് ചോദിക്കും. എനിക്കറിയാം, കാലാകാലങ്ങളായിട്ട് ഒരു ഇൻ്റഗ്രേഷന് വേണ്ടി ക്ഷമിക്കുകയാണ്. ഒരു പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി എന്നുള്ള നിലയിൽ എല്ലാ ജീവനക്കാരും, അത് സിവിൽ ജുഡീഷ്യൽ സ്റ്റാഫ് ആവട്ടെ, ക്രിമിനൽ ജുഡീഷ്യൽ സ്റ്റാഫ് ആവട്ടെ, ഒരൊറ്റ കുടക്കീഴിൽ നിർത്തണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് ക്രിമിനൽ ജുഡീഷ്യൽ വിങ്ങിൻ്റെ അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ പോലും എല്ലാവരും ആവശ്യങ്ങൾ ഒന്നാണ്, ക്ഷേമം ഒന്നാണ്. എല്ലാവരെയും ഒറ്റക്കിടക്കയിൽ സമീപ ഭാവിയിൽ നമുക്ക് കാണാനാവും എന്ന് തന്നെ ഞാൻ പ്രത്യാശിക്കുന്നു. ഇത്തരം സമ്മേളനങ്ങൾ ഓരോ ജീവനക്കാരുടെയും ആവശ്യങ്ങൾ, ക്ഷേമങ്ങൾ മുൻനിർത്താൻ സഹായിക്കുമാവും എന്നുള്ളത് നമുക്കൊന്നും വേറിട്ടൊരു ചിന്ത തന്നെ ഇല്ല. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു വേദിയിൽ വെച്ച് തന്നെ നിങ്ങളുടെ പല ആവശ്യങ്ങൾക്കുമുള്ള മറുപടി ഇവിടെ അതോറിറ്റേറ്റീവായിട്ട് തരാൻ പറ്റുന്നവർ അതിനുള്ള മറുപടി കിട്ടിക്കഴിഞ്ഞു എന്നത്. ഇനിയും ഇത്തരം ക്ഷേമ പ്രവർത്തനങ്ങൾ തുടർന്ന് പോകട്ടെ, ചർച്ചകൾ ഉണ്ടാവട്ടെ, എല്ലാ അവകാശങ്ങളും പൊരുതി നേടാവാനാവതെ അത് എൻഷുർ ചെയ്യാനാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഇനിയും ഇത്തരം വേദികൾ ക്ഷേമങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും എല്ലാവരുടെ അവകാശങ്ങൾ എൻഷുർ ചെയ്യാനും, ഞാൻ പൊരുതി നേടണമെന്ന് പറയില്ല, എൻഷുർ ചെയ്യാനും വേദിയാവട്ടെ. ഈ 22ാമത് സംസ്ഥാന സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി.